യെരമ്യായുടെ പുസ്തകം 35-ാം അധ്യായം. റെക്കാബിയായുടെ മാതൃക. യോസിയായുടെ പുത്രൻ യഹോയാക്കീം യൂദയായിൽ രാജാവായിരിക്കുമ്പോൾ കർത്താവ് യെരമ്യായോട് അരുളിച്ചെയ്തു, നീ റെക്കാബിയരുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക. കർത്താവിൻ്റെ ആലയത്തിലെ മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക. അങ്ങനെ റബാസിയായുടെ മകൻ യെരമ്യായുടെ മകൻ യാസാനിയായെയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റെബേക്യരുടെ കുടുംബം മുഴുവനെയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ അവരെ കർത്താവിൻ്റെ ആലയത്തിൽ ദൈവപുരുഷനായ ഇഗ്ദാലിയുടെ മകൻ ഹന്നായുടെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു. അത് വാതിൽക്കാവൽക്കാരനായ ഷെല്ലൂമിൻ്റെ മകൻ മാസയ്യായുടെ മുറിയുടെ മുകളിൽ പ്രഭുക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു. ഞാൻ റെക്കാബിയയുടെ മുമ്പിൽ വീഞ്ഞ് നിറച്ച കുടങ്ങളും പാനപാത്രവും വെച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞ് കുടിക്കുകയില്ല. എന്നാൽ റെക്കാബിയയുടെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാദാദ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങളും നിങ്ങളുടെ സന്തതികളും ഒരിക്കലും വീഞ്ഞ് കുടിക്കരുത്, നിങ്ങൾ വീട് പണിയരുത്, വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടുവളർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത്. ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരത്തിൽ വസിക്കണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെ പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും. റെക്കാബിൻ്റെ പുത്രനും ഞങ്ങളുടെ പിതാവുമായ യോനാദ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിലൊരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല. വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല. ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല. ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു. ഞങ്ങളുടെ പിതാവ് യോനാദാദ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു. എന്നാൽ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ദേശം ആക്രമിച്ചപ്പോൾ കൽദായരുടെയും സിറിയരുടെയും സൈന്യത്തെ ഭയന്ന് യെരൂശലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നീ പോയി യൂദായിലെ ജനങ്ങളോട് യെരൂശലേം നിവാസികളോടും പറയുക, നിങ്ങൾ എൻ്റെ വാക്കനുസരിക്കുവാൻ കൂട്ടാക്കുകയില്ല എന്ന് കർത്താവ് ചോദിക്കുന്നു. വീഞ്ഞു കുടിക്കരുതെന്ന് റെക്കാബിൻ്റെ പുത്രനായ യോനാദാദ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു. ഇന്നുവരെ അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുകയില്ല. എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. ദുർമാർഗങ്ങൾ വിട്ടുമാറി നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ. അന്യദേവന്മാരെ ആദരിക്കുവാൻ അവരുടെ പിറകെ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു. എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല. റെക്കാബിൻ്റെ പുത്രനായ യോനാദാദിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കുമെതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും. എന്തെന്നാൽ ഞാൻ അവനോട് സംസാരിച്ചു, അവർ ശ്രവിച്ചില്ല. ഞാൻ അവരെ വിളിച്ചു, അവർ വിളി കേട്ടില്ല. യെരമ്യാക്കാരോട് പറഞ്ഞു, കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാദിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു. അവർ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ റെക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്തതി അറ്റുപോവുകയില്ല. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.